ഈ യൂട്യൂബ് ഒന്നും വേണ്ട, ഇൻസ്റ്റഗ്രാം ഒന്നും വേണ്ട. അപ്പൊ തെറ്റൊക്കെ ഒന്ന് നിർത്തി റമദാനൊക്കെ അല്ലേ നന്നാവണം എന്ന് വിചാരിക്കുമ്പോ ഹവൻ നഫ്സ് തരുന്ന ഒരു ട്രിക്ക് എന്താന്ന് പറയുന്നത്, ചതി. ആ ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരും. ഉദാഹരണത്തിന്, അല്ല മോനെ, നീ മൊബൈലിൽ യൂട്യൂബിൽ നിന്ന് സമയം കളയുന്നു എന്ന് വിചാരിച്ചിട്ട് യൂട്യൂബ് തന്നെ അൺഇൻസ്റ്റാൾ ആക്കണോ? അപ്പൊ പിന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ സമ്മേളനമൊക്കെ എങ്ങനെ ലൈവില് കാണല്? മാത്രല്ല എത്ര ഓൺലൈൻ മജ്‌ലിസ് ഉണ്ട്, വയത് മദ്ഹ് ഗാനം കട ഇപ്പുറത്തേക്ക് തള്ളിയിടും. ആ പെണ്ണ് ആ കോളേജിൽ പഠിക്കുന്നു എന്നതുകൊണ്ട് നീ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നില്ല എന്നാണ്. അതിന്റെ ആവശ്യം എന്ത്? ഓൾ ഇപ്പുറത്തേക്ക് കൂടി പോയിക്കോട്ടെ, നീ ഇപ്പുറത്തേക്ക് കൂടി പോകുന്ന പോലെ കേട്ടോ. തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കെ തന്നെ തെറ്റ് നിർത്താൻ കഴിയുമെന്ന് കോൺഫിഡൻസ് തരത്താണ് ഹവൻ നഫ്സ് ചെയ്ത ഏറ്റവും വലിയ ചതി. അതിലാണ് മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും പെട്ടുപോകുന്നത്. അതുകൊണ്ടാണ് 100 ആളെ കൊന്നാളോട് ഇസ്ലാം കൊലപാതകം നടക്കണം എന്നല്ല പറഞ്ഞത്, നീ ആ നാട്ടിൽ നിന്ന് പോകണമെന്ന്. കാരണം നീ ആ കോളേജിൽ ഉണ്ടായിരിക്കെ എന്തായാലും തെറ്റ് ചെയ്യും. നീ ആ നാടിന്റെ ആംബിയൻസ് അങ്ങനെയാണ്, നീ അവിടുന്ന് പോകണം. അതാണ് അതിന്റെ ഒരു സൈക്കോളജി. അതാണ്